ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ഇനി ഓർമ്മ. തലപ്പൊക്കം കൊണ്ട് നാട്ടാനകൾക്കിടയിലെ മുൻനിരക്കാരനായിരുന്ന അയ്യപ്പൻ കഴിഞ്ഞ ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. വിയോഗ വിവരമറിഞ്ഞ് ഇതര ജില്ലകളിൽ നിന്ന് പോലും ആരാധകർ മംഗലാംകുന്നിൽ എത്തിയിട്ടുണ്ട്. കണ്ണീരോടെ ഗജരാജന് വിട ചൊല്ലി ആനപ്രേമികൾ. കർക്കിടകത്തിലെ മദപ്പാടിനെ തുടർന്ന് കെട്ടുംതറയിൽ തളച്ച കൊമ്പന് പാദരോഗം പിടിപെട്ടതോടെയാണ് ഒടുവിൽ ജീവൻ നഷ്ടമായത്. ഉത്സവ പറമ്പുകളിലെ സൂപ്പർ താരമാണ് ഓർമ്മയാകുന്നത്. സ്വന്തം കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ടതിന് തുല്യമായിട്ടാണ് കാണുന്നത്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ആനപ്രേമികളും പൂരപ്രേമികളും ഉത്സവ കമ്മിറ്റികളും എല്ലാവരും ഒരേപോലെ നെഞ്ചേറ്റിയതാണ് മംഗലാകുന്ന അയ്യപ്പന്. ആനയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ ഒരു രാജാവായിരുന്നു മംഗലാകുന്ന അയ്യപ്പൻ. നിലമുട്ടുന്ന തുമ്പിക്കൈയും ഭംഗിയാർന്ന കൊമ്പും വിടർന്ന് കനമുള്ള നെറ്റിത്തടവുമൊക്കെ അയ്യപ്പന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. ഒരാളെ മാത്രം അനുസരിക്കുന്ന കൊമ്പന്റെ 18 വർഷത്തെ പാപ്പാൻ തെങ്കര ശശിയായിരുന്നു. തൃശൂർ പൂരത്തിനും നെന്മാറ വേലയ്ക്കുമൊക്കെ തിടംപറ്റിയിരുന്ന കൊമ്പൻ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം ആനപ്രേമികൾക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഇഷ്ടമാണ്. 25 വർഷമായി, 1-2 വർഷമായിട്ട് അയ്യപ്പൻ തിരിയുള്ളൂ. ഇതുവരെയ്ക്കും അയ്യപ്പൻ തന്നെയാണ് പുലിയരങ്ങുന്ന പടിഞ്ഞാറൻ മേലയിൽ. തമിഴിൽ രജനീകാന്ത് നായകനായ മുത്തു, ശരത് കുമാർ നായകനായ നാട്ടാമ എന്നീ ചിത്രങ്ങളിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ജയറാം നായകനായ ആനച്ചന്തം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിലും ഭാഗമായി. അങ്ങനെ ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച തലയെടുപ്പാണ് ഓർമ്മയാകുന്നത്. 24 പാലക്കാട്.